മൾട്ടി ഫേസറ്റഡ് പേഴ്സണാലിറ്റി ശ്രീ രവി കഴിഞ്ഞ വർഷത്ത് എറണാകുളത്ത് നടന്ന നാരായണീയ മഹോത്സവത്തിലെ ഏതാണ്ട് 2000-നടുത്ത ആൾക്കാർ എല്ലാ ദിവസവും എത്തിയിരുന്നു. അവർക്ക് എല്ലാം ആഹാരം കൊടുത്ത് മനസ്സ് നിറച്ച, അതുപോലെ വയറ് നിറച്ച മഹാവ്യക്തിത്വമാണ് രവിയുടെ. അദ്ദേഹത്തിന് ഒരു കയ്യടി കൊടുക്കാതെ. ശ്രീ സുധാകർ ബാബു ആചാര്യനെ ആദരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലേക്ക് കടക്കുന്നു. സജ്ജനങ്ങളെ, ഏവർക്കും പ്രണാമം. നമ്മളുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാവരും ഒരു 3 പ്രണവം ഉദ്ധാരം ധരിച്ചുകൊണ്ട് നമുക്ക് ഈ ഗായത്രി ഉപാസനയെ കുറിച്ച് മനസ്സിലാക്കാം. शांतिरंतरिक्षं शांति, पृथिवी शांति, आपश्शांति, वोचदगः शांति, वनस्पतयः शांति, विश्वे देवाः शांति, ब्रह्म शांति, सर्वं शांति, शांतिरेव शांति, सामा शांतिरेधि. ओम शांति शांति शांति. ओम सगना भवतु सगनो भुनक्तु सगवीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै. ओम शांति शांति शांति. സജ്ജനങ്ങളെ, ഏവർക്കും നമസ്കാരം. 3-4 ദിവസങ്ങളായി ഈ മഹായജ്ഞവേദിയിൽ നാരായണീയ പാരായണത്തിലൂടെ ഭക്തിസാന്ദ്രമായ യജ്ഞവേദി ഈ അന്തരീക്ഷത്തിൽ പൂർണ്ണമായ ഈശ്വരീയ തേജസ് നിറഞ്ഞു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ വേദങ്ങളുടെ മൂലമന്ത്രമായ ഗായത്രി മന്ത്രത്തെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ ഗായത്രി എന്ന മഹാമന്ത്രത്തെ ഒരു മനുഷ്യാവസ്ഥയിൽ നിന്നുകൊണ്ട് വിവരിക്കുവാൻ ഒരിക്കലും സാധ്യമല്ലാത്തതാണ്. എങ്കിലും ചെറിയൊരു ഗായത്രി ഉപാസകൻ എന്ന നിലയിൽ അനുഭവിച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ഒരുമിച്ച് അത് സമ്പാദിക്കുകയാണ്. ഇവിടെ മഹത്തായ ഈ നാരായണീയ മഹോത്സവത്തിലൂടെ എല്ലാവരുടെ ഹൃദയത്തിലും തേജസ്സാർന്ന ഈശ്വരീയ ചൈതന്യം ഉൾക്കൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ മഹാമന്ത്രത്തെ ഉൾക്കൊള്ളുവാനുള്ള കഴിവ് അല്ലെങ്കിൽ അറിവ് നമ്മളിൽ ഉള്ള സന്ദർഭത്തിൽ മഹാശക്തി രൂപിണിയായ ഗായത്രി മന്ത്രത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ ഉള്ളവർ നിങ്ങളോട് കുറച്ച് വാക്കുകളിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഭാരതം ഋഷികളുടെ നാടാണ്. ഋഷി പരമ്പരകളിലൂടെ ജീവിക്കുന്ന മാനവ ഗതിയാണ് നമ്മളുടെ ഈ സംസ്കാരം. നമ്മുടെ പൂർവികന്മാർ നമ്മൾക്ക് നൽകിയിട്ടുള്ള മഹത്തായ സന്ദേശമാണ് വേദം. വേദം എന്നുള്ളത് ആ പദത്തിൻ്റെ അർത്ഥം തന്നെ അറിവ് എന്നുള്ളതാണ്. വേദങ്ങളെല്ലാം സത്യത്തിൽ രചിക്കപ്പെട്ടതല്ല, ഋഷികൾ ദർശിക്കപ്പെട്ടവയാണ്. ഈ പ്രപഞ്ചത്തിലെ ആദ്യകാല
സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള തപോധനന്മാരായിട്ടുള്ള ആദ്യ സൃഷ്ടിയിലുണ്ടായിട്ടുള്ള പൂർണ്ണരായിട്ടുള്ള ഋഷികളാണ് ഈ വേദത്തെ രസിച്ചിട്ടുള്ളത്. അവർ രസിച്ചത് ഈ പ്രപഞ്ചത്തിൻ്റെ മഹാസത്യത്തെ സാക്ഷാത്കരിക്കാൻ പൂർണ്ണരായിട്ടുള്ള അവസ്ഥയിലുള്ള ആത്മാക്കളായിരുന്നു. ആ പ്രപഞ്ചത്തിൻ്റെ സത്യത്തിലൂടെ ഭേദങ്ങളെ ഋഷികൾ കണ്ടെത്തി. ആ ദൃഷ്ടാക്കളെയാണ് ഓരോ മന്ത്രത്തിൻ്റെ ദൃഷ്ടാവ് എന്ന് നാം പറയുന്നത്. ഈ വേദമന്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണ് ഗായത്രി എന്ന മഹാമന്ത്രം. നമ്മളെല്ലാവരും ഉച്ചരിക്കുന്ന ഒരു മഹാമന്ത്രമുണ്ട്, പ്രണവം. നാം ഒരു മന്ത്രം തുടങ്ങുന്ന സമയത്ത് ഓം എന്ന് പറയുന്ന ഒരു പ്രണവം. ഈ പ്രണവത്തിൽ നിന്നാണ് സൃഷ്ടിയുടെ ആരംഭം ഉണ്ടായിട്ടുള്ളത്. അകാര ഉകാര മഹാരങ്ങളുടെ സമ്മേളനമാണ് ഓം എന്നുള്ള പദം. സത്യത്തിൽ ഈ ഒരൊറ്റ പ്രണവം മാത്രം ജപിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ മൃഗീയ തലത്തിൽ നിന്നും മനുഷ്യതലത്തിലേക്ക് എത്തുകയും മനുഷ്യതലത്തിൽ നിന്നും ദേവതലത്തിലേക്ക് എത്തുകയും ദേവതലത്തിൽ നിന്നും ദൈവീക തലത്തിലേക്ക് എത്തുവാൻ ഒരേ ഒരു നാദമാണ് പ്രണവം. ഈ പ്രണവനാദം പ്രപഞ്ചത്തിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ജീവരാശികളിലും ചെടികളിലും കൊടികളിലും എല്ലാറ്റിലും വ്യാപിച്ചു നിൽക്കുന്ന ശബ്ദ തരംഗമാണ്. ഈ പ്രണവം കൊണ്ട് തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പ്രണവത്തിൻ്റെ ശബ്ദങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ അക്ഷരക്രമങ്ങളായി ശബ്ദ തരംഗങ്ങളാണ് ഗായത്രി എന്ന മഹാമന്ത്രത്തിലൂടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മന്ത്രങ്ങളുടെയും എല്ലാറ്റിൻ്റെയും ഉറവിടമായി നിൽക്കുന്ന പ്രണവം എന്നുള്ള നാദമാണ് ഈ മന്ത്രത്തിൻ്റെ മൂലം. ആ മൂലത്തിൽ നിന്നും വേർപിരിഞ്ഞ അക്ഷരങ്ങളായി വേർപിരിഞ്ഞ ആദ്യം ഉണ്ടായിരുന്ന മന്ത്രമാണ് ഗായത്രി. ചതുർവേദങ്ങളായിട്ടുള്ള മന്ത്രങ്ങളുടെ എല്ലാറ്റിൻ്റെയും മാതാവാണ് ഗായത്രി. ഗായത്രിയും വേദതത്വാംഗം സകല പുരാണ ഇതിഹാസൈകരീച്ച ജീവബ്രഹ്മൈകരൂപം പ്രണവ ലിപിമയി സർവമന്ത്രാള സേവ്യ വിഷ്ണു ബ്രഹ്മേശ്വരാഖ്യ മഗുണ സഗുണ വേദേന വാദിസൃഷ്ടന നാട്യന്തസ്ഥാം പരാം വ്യാകൃതി പരിസരാം ഭാവിയെ ലോകത്തെ. ഈ ഗായത്രി മന്ത്രം എവിടെയെല്ലാം സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മചൈതന്യമാണ് ഗായത്രി. ഗായത്രി മന്ത്രത്തിന്റെ ദേവത സൂര്യനാണ്. ഈ സൂര്യരശ്മികൾ എവിടെയുണ്ടോ, എവിടെയെല്ലാം പതിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഗായത്രി എന്ന മഹാശക്തിയുടെ ഊർജ്ജം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഗായത്രി എന്ന മഹാമന്ത്രത്തിൽ 24 അക്ഷരങ്ങളാണുള്ളത്. 24 അക്ഷരങ്ങൾ ഈ പ്രപഞ്ചവും മനുഷ്യരും ജീവജാലങ്ങളും അതിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു. ഗായത്രി എന്ന മഹാമന്ത്രത്തിൽ 24 അക്ഷരങ്ങളാണെങ്കിൽ ഒരു മനുഷ്യ സൃഷ്ടി ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനെ നമ്മളെ പൂർണ്ണരായ രൂപത്തിലുള്ള മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് 24 തത്വങ്ങളിലാണ്. നമ്മുടെ ശരീരത്തിൽ 24 തത്വങ്ങളടങ്ങിയതാണ് ഒരു മനുഷ്യ ശരീരം. അങ്ങനെ ഇരിക്കുമ്പോൾ ഗായത്രി എന്ന മഹാമന്ത്രം തന്നെയാണ് നമ്മൾ ഈ മനുഷ്യാവസ്ഥയെ സ്ഥിതി ചെയ്യുന്നത്. അതിലുപരി ഈ പ്രപഞ്ചത്തിൻ്റെ മണിക്കൂറുകൾ, കാലചക്രങ്ങൾ മണിക്കൂറുകളായി നാം ക്രമപ്പെടുത്തിയിരിക്കുന്ന 24 മണിക്കൂറുകളാണ്. അപ്പോൾ ഈ ഗായത്രി എന്ന മന്ത്രത്തിൻ്റെ തരംഗങ്ങൾ, അക്ഷരക്രമങ്ങൾ 24 മണിക്കൂറിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതിലുപരി ഈ പ്രപഞ്ചത്തിൻ്റെ തത്വം 24ആണ്. ആ 24 തത്വങ്ങളും ഈ ഗായത്രി മന്ത്രത്തിലുള്ള 24 ശക്തിസ്പന്ദനങ്ങളായുള്ള അക്ഷരങ്ങളും പ്രപഞ്ച തത്വമായി വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഗായത്രി എന്ന മഹാമന്ത്രം ഈ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നതാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഗായത്രി എന്ന മഹാമന്ത്രമാണ്. ആ മന്ത്രത്തെ അറിയുന്നവൻ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. കാരണം സൂര്യൻ്റെ പ്രഭയിൽ നിന്നും 30 കോടി രശ്മികൾ ഈ പ്രപഞ്ചത്തിലേക്ക് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊരു തേജസ് ഗായത്രി എന്ന മഹാമന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നു. സത്യത്തിൽ ഗായത്രി എന്നത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഗായത്രി എന്ന മന്ത്രം കൊണ്ട് തന്നെയാണ് നാം സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഗായത്രി എന്ന മഹാമന്ത്രത്തെ
യഥാർത്ഥമായ ഒരു അനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു പ്രപഞ്ചത്തെ പോലും, ഈ വിശ്വത്തെ പോലും സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് നമുക്ക് വിശ്വാമിത്ര മഹർഷിയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു. അതുകൊണ്ട് ഗായത്രി മന്ത്രം ജപിച്ച് ഒരു ദിവസം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യനായി ഈ ലോകത്ത് 60 കൂടി ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതാണ്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ ഊർജം പകരുന്ന സവിതാവിൽ വരുന്ന ഊർജത്തെ ഈ ഗായത്രി മന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ അറിയേണ്ട ഗായത്രി എന്ന മന്ത്രം അറിയുമ്പോൾ തന്നെയാണ് സത്യത്തിൽ നമ്മൾ മനുഷ്യരായി തീരുക. ഈ കാണുന്ന വേദങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ശാസ്ത്രങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, അതിലുപരി നാം അനുഷ്ഠിക്കുന്ന എല്ലാത്തിൻ്റെയും മാതാവായി നിലകൊള്ളുന്നത് ഗായത്രി എന്ന മഹാമന്ത്രമാണ്. ഗായത്രി എന്ന മഹാമന്ത്രം ജപിക്കാതെ ഈ ലോകത്ത് ഒരു മന്ത്രത്തിന് ഉണ്ടായിട്ടില്ല. ഗായത്രി മന്ത്രത്തെ പോലെ ഈ ലോകത്ത് ഇനി ഒരു മന്ത്രം ഉണ്ടാവാറില്ല. നമ്മൾക്ക് ഈ മന്ത്രം മാത്രം ജപിച്ചാൽ മതി ജീവിതത്തിൻ്റെ പരമമായ അവസ്ഥയിലെത്തിക്കാൻ കഴിയും. അതിന് ഉപാസിക്കേണ്ട രീതിയിൽ നാം ജപിക്കുക. ഓരോ മന്ത്രത്തിൻ്റെയും അതിൻ്റെ അന്തരാളത്തിലേക്ക് ഇറങ്ങി നാം ജപിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. നമ്മൾ അനേകം ആയിരം മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ടെങ്കിലും ആ മന്ത്രത്തിൻ്റെ മാതാവിനെ അറിയാതെ ജപിക്കുമ്പോൾ ഉണ്ടാവുന്ന അപൂർണത നമ്മൾക്കറിയാം. ഏത് പാരായണം ചെയ്യുമ്പോഴും ഏത് മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും ഗായത്രി ജപിച്ചുകൊണ്ട് ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ പൂർണ്ണതയും നമ്മൾ കാണുന്ന യാഗങ്ങൾ, യജ്ഞങ്ങൾ, എല്ലാ അനുഷ്ഠാനങ്ങളും ഈ മൂലമന്ത്രം ജപിച്ചുകൊണ്ടാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഗായത്രി അറിയാതെ ഈ ലോകത്തും നമ്മൾ വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പരാജയമാണ്. കാരണം അത്രയും മഹത്തായ ഒരു മഹാമന്ത്രമാണ് ഗായത്രി എന്നത്. അതുകൊണ്ട് ഇവിടെ എനിക്ക് തന്നിട്ടുള്ള സമയം കൃത്യമായ 1/2 മണിക്കൂറാണ്. അതുകൊണ്ട് ഈ മന്ത്രത്തെക്കുറിച്ച് ഒരുപാട് പറയാനുള്ള സമയങ്ങളില്ലാത്തതുകൊണ്ട് എങ്കിലും ഈ മന്ത്രത്തെ, അതിൻ്റെ തത്വങ്ങളെ ചെറിയ രീതിയിൽ വിവരിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങും. ഗായത്രി എന്ന മഹാമന്ത്രം ഓം ഭൂർ ഭുവഃ സ്വഃ. ഓം എന്നുള്ളത് പ്രണവമാകുന്നു, ഭൂർ ഭുവഃ സ്വഃ എന്ന് പറയുന്നത് വ്യാകൃതികളാകുന്നു. തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഇതാണ് ഗായത്രി മന്ത്രം. ഓം എന്നുള്ളത് പ്രണവമാകുന്നു. ഓം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ശരീരത്തിലും മനസ്സിലും ജീവാത്മാവിലും എല്ലാറ്റിലും പോലുള്ള എല്ലാ ശക്തിസ്പന്ദനങ്ങളുണ്ട്. പ്രണവം കണ്ണുകളടച്ച് ഭ്രൂമധ്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നിമിഷം ആ പ്രണവത്തെ നാദത്തെ നാം ശ്രമിക്കുകയാണെങ്കിൽ നമ്മളുള്ള ഈ എല്ലാ ശക്തിസ്പന്ദനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഗായത്രി മന്ത്രമാവട്ടെ ഏത് മന്ത്രം ജപിക്കുമ്പോൾ ഓം എന്നുള്ളത് നമ്മുടെ എല്ലാ ശക്തിസ്പന്ദനങ്ങളും ഉണരും. ആ ഉണർന്ന മന്ത്രത്തോടുകൂടി നമ്മൾ വ്യാകൃതികളോട് ഗായത്രി ജപിക്കുക. വ്യാകൃതികൾക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്, ഗായത്രിക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ അർത്ഥതലങ്ങളിലേക്ക് പോകാം. ഭൂ എന്ന് പറഞ്ഞാൽ ഭൂലോകമെന്നും, ഭുവ എന്ന് പറഞ്ഞാൽ ഭൂലോകം, ഭുവർലോകം, സ്വർലോകം. ഭുവ എന്ന് പറഞ്ഞാൽ ഭുവർലോകം, സ്വ എന്ന് പറഞ്ഞാൽ സ്വർലോകം. ഭൂലോകം, ഭുവർലോകം, സ്വർലോകം. ഈ മന്ത്രവുമായി നമ്മുടെ ശരീരത്തെ നമ്മൾ ഘടിപ്പിക്കാം. ഭൂ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ഭൂലോകം എന്ന് പറയുന്നത് ഭൂമിയുടെ ലോകമാണ്. ഭൂലോകം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ഭൂലോകം ആണെന്ന് സൂചിപ്പിക്കും. ഭുവ എന്ന് പറയുമ്പോൾ അന്തരീക്ഷമാകും. അന്തരീക്ഷത്തിൽ വായുവാണ്, അത് നമ്മുടെ ശരീരത്തിലെ ജീവാത്മാവാകും. സ്വ എന്ന് പറയുമ്പോൾ അനന്തമായ ആകാശ സ്വർലോകത്തെ സൂചിപ്പിക്കുന്നു. ആ സ്വർലോകം എന്നുള്ളത് നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ മനസ്സാണ്. അപ്പോൾ ശരീര പ്രാണ മനസ്സുകളെ വ്യാകൃതികളിലൂടെ കണ്ടുകൊണ്ട് നമ്മൾ ഗായത്രി ജപിക്കുമ്പോൾ ഞാൻ ശരീരമാകുന്നു, ഞാൻ മനസ്സാകുന്നു, നമ്മൾ ആ രീതിയിൽ ഗായത്രി ജപിക്കുമ്പോൾ ശരീരബോധത്തോടുകൂടി നാം ജപിക്കുന്ന മന്ത്രങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടാവും. തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി. തത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈശ്വരനെ നമ്മൾ ഭഗവാൻ കൃഷ്ണനായിട്ടും രാമനായിട്ടും പല രീതിയിൽ നമ്മൾ പറയാറുണ്ട്. പക്ഷേ
ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ശക്തിയെ ഋഷിവര്യൻ പറയുന്നു, എന്താണോ ഉള്ളത് അതിനെ സത്യത്തിൽ പേര് കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നുള്ള അല്ല ഈശ്വര ചൈതന്യം എന്നുള്ളത്. അപ്പോൾ തത് എന്നുള്ള പദത്തിലൂടെ തത് സവിധൂർ, സവിധൂർ എന്ന് പറഞ്ഞാൽ സവിതാവിൻ്റെ സൂര്യനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യത്തെ സവിതാവ് എന്ന് പറയും. അപ്പൊ തത് സവിധൂർ, വരേണ്യം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ധരിച്ചിട്ടുള്ള എന്നുള്ളത്. അപ്പോൾ തത് സവിധൂർ വരേണ്യം, എന്താണോ ഉള്ളത് അത് സവിതാവിൻ്റെ ഊർജത്തിലൂടെ ഞാനിത് വഹിക്കുന്നു. ഭർഗോ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പ്രകാശം എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിൽ നിത്യപ്രത്യക്ഷമായി നിൽക്കുന്ന സൂര്യനിൽ നിന്ന് 30 കോടി രശ്മികൾ വരുന്നു. അതിലൊരു രശ്മിയുടെ പേരാണ് ഭർഗതേജസ്. ആ ഭർഗതേജസ് ഭർഗോ ദേവസ്യ, ആ ഭർഗതേജസ് നമ്മുടെ ദൈവികമായ തലത്തിലൂടെ തൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കാൻ കഴിവുള്ള മാത്രമാണ് ഗായത്രി. ദേവസ്യമാണ് ദേവന്റെ ധീമഹി, ധിയോ എന്റെ ബുദ്ധിയെ പ്രചോദിപ്പിച്ചാൽ മൂർത്തിയാണ്. അതുകൊണ്ടാണ് ഗായത്രി മന്ത്രം ഉപനയന കാലഘട്ടങ്ങളിൽ ഒരു കുട്ടിയുടെ വളർച്ച പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ, ദ്വിജനാക്കി തീർക്കാൻ, ഒരു മനുഷ്യനെ ദ്വിജനാക്കി തീർക്കുവാൻ ഗായത്രി എന്ന മഹാമന്ത്രം നമ്മൾ ഉപനയന കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ദ്വിജനാക്കി തീർക്കാനുള്ള ഗായത്രി മന്ത്രം നമുക്ക് ജപിക്കുമ്പോൾ നമ്മൾ പൂർണ്ണരായ ആത്മാക്കളായി അത്രയും മഹത്തായ ഈ ഗായത്രി മന്ത്രത്തെ അറിഞ്ഞുകൊണ്ട് ആരൊരുത്തരും ഈ ലോകത്ത് ജീവിക്കുന്നു അവനെ കണ്ടാൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാ ജീവരാശികളും അവനെ കണ്ടാൽ തീർച്ചയായും കൈകൂപ്പും. ആ കൈകൂപ്പുന്നത് പറഞ്ഞാൽ നമ്മളുടെ ഈശ്വരപ്രഭ മറ്റുള്ള ജനങ്ങളിൽ ഈശ്വരപ്രഭമായി ഉദിക്കുമ്പോൾ നമ്മൾ അറിയാതെ കഴിയും. ഇതിനിടയിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. സജ്ജനങ്ങളെ, ആരെയും നിഷേധിക്കാനല്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇത്രയും ഈ സമയത്ത് ഈ ഭാഗത്തിരുന്ന് നിങ്ങളോട് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെല്ലാം കണ്ണുകളിലും നിങ്ങളുടെ മനസ്സിൻ്റെ ഇന്ദ്രിയങ്ങളിലും വളരെ ഏകാഗ്രതയായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഏകാഗ്രതയിൽ നിന്ന് നമ്മൾ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ ആനന്ദിച്ച ആനന്ദത്തോടുകൂടി നമ്മൾ കൈ പൊട്ടി നമ്മൾ ആനന്ദിക്കും. സത്യത്തിൽ ഒരു അഭിപ്രായമാണ്, ഒരു പ്രാർത്ഥന കഴിയുന്ന സമയത്ത് കൈ കൊട്ടി ആനന്ദിക്കുന്നതിന് പകരം കൈ തൊഴുതുകൊണ്ട് ഉൾക്കൊള്ളുവാനുള്ള ഒരു അവസ്ഥയിലേക്ക് നാം പോകണം. കൈകൊട്ടുന്ന സ്ഥലങ്ങളുണ്ട്, ധാരാളമുണ്ട്. അവിടെ എല്ലാം കൈകൊട്ടിക്കൊള്ളും. കൈകൊട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ തോന്നും. ഈ കൈകൊട്ടുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ആനന്ദം ശിഥിരമായി പോകും. ശിഥിരമല്ലാത്ത അവസ്ഥയിലേക്ക് നാം ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട് ആ ശക്തിയെ നാം നമസ്കരിക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഊർജ്ജം നിലനിൽക്കുന്നത്. അതുകൊണ്ട് കൈ കൊട്ടുന്നത് ഒരിക്കലും തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. കൊട്ടേണ്ട ഭാഗങ്ങളിൽ കൊട്ടണം. കൊട്ടുകോട് നല്ലതാണ്. കാരണം അനേകം ആളുകളുടെ അംഗീകരിച്ചു എന്നുള്ളൊരു അംഗീകാരം ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി കേട്ടിട്ടപ്പോൾ അവർക്കൊരു ആനന്ദമുണ്ട്. സത്യത്തിൽ അത് വലിയൊരു നേട്ടമാണ്. പക്ഷേ അവരവരെ തന്നെ അംഗീകരിക്കുന്നതാണ് അവരുടെ നേട്ടം. അതുകൊണ്ട് ഒരിക്കലും കൈകൊട്ടാതിരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പ്രാർത്ഥനകൾ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഉള്ളിലേക്ക് വലിഞ്ഞ് അന്തരാളത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ആ ഊർജ്ജത്തെ സ്വീകരിക്കാനെ കണ്ണടച്ചുകൊണ്ടൊരു ഗുണം കൈ കൂടിയാൽ അത് വലിയ മഹത്തായ ഊർജ്ജ തലങ്ങളിലേക്ക് കൈകൊട്ടുമ്പോൾ ആഹ്ലാദമാണ്. കൈകൊട്ടണം. ഭജനങ്ങൾ പാടുന്ന സമയത്ത് കൈകൊട്ടണം. ഒരാൾ പ്രസംഗിക്കുമ്പോൾ കൈകൊട്ടണം. അത് തലങ്ങൾ വേറെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി പറയാതെ കൈകൊട്ടിയാലും അത് സ്വീകരിക്കുന്നു എന്ന് കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് ഇത്തരം വേദികളിൽ അങ്ങനെ കൊട്ടാതിരിക്കണം എന്നുള്ളൊരു താഴ്മയായ അപേക്ഷ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകണം. അപ്പം അതുകൊണ്ട് ഈ മന്ത്രത്തെ കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി, ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും, അല്ലെങ്കിൽ എങ്കിലും നമ്മൾ ഗായത്രി ഉപാസനയിലേക്ക് പോവുക. ഈ മന്ത്രത്തിൻ്റെ ഉപാസന ക്രമം നമ്മൾ ചെയ്യും. കുറെ പ്രഭാഷണം ചെയ്യുന്ന സമയത്ത് സത്യത്തിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളും. നമ്മളിവിടെ പ്രഭാഷണം
പ്രഭാഷണമല്ല, പ്രായോഗിക തലങ്ങളിലേക്ക് നാം എത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമുക്ക് പറയുന്നു. അപ്പോൾ ഗായത്രി മതം ജപിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അപ്പോൾ ഗായത്രി മതം ജപിക്കുന്ന ഉപാസനക്രമത്തെക്കുറിച്ച് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും അനുഷ്ഠിക്കുന്ന മാർഗങ്ങൾ തന്നെയാണ്. ഒരു വ്യക്തി, ഒരു ഉപാസകൻ ഏത് കാര്യങ്ങളിലേക്കും പ്രവേശിക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് ഭൂമിയെ ഒന്ന് നമസ്കരിക്കുക. ഭൂമിയെ എന്തിനാണ് നമസ്കരിക്കുന്നത് നമുക്കറിയണം. സർവ്വജീവജാലങ്ങൾക്കും അഭയം നൽകി ഈ എല്ലാറ്റിനെയും പരിപോഷിച്ച് വളർത്തിക്കൊണ്ട് സ്വന്തം അമ്മയെ പോലെ നമ്മളെ കയ്യിലെടുത്തുകൊണ്ടിരിക്കുന്ന ഭൂമിയെ അറിയാതെ ഏത് കർമ്മം ചെയ്താലും ഒരു വിജയം ഉണ്ടാകുന്നില്ല. അന്തരീക്ഷത്തിലിരുന്ന് ഒരിക്കലും ഒരു മനുഷ്യനെ കർമ്മം ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ ഭൂമി മാതാവിനെ നാം അറിഞ്ഞുകൊണ്ട് ഭൂമിയെ തൊട്ട് നമസ്കരിക്കുമ്പോൾ സ്വന്തം മാതാവ് ഒരു കുഞ്ഞിന് വേണ്ടത് എങ്ങനെയെല്ലാം നൽകുന്നുവോ അതുപോലെ ഈ കല്ലും മണ്ണും നിറഞ്ഞ ഭൂമി നൽകുമെന്നുള്ളത് വളരെ മഹത്തായ സന്ദേശം. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു നിമിഷം കണ്ണടച്ചുകൊണ്ട് ഭൂമിയെ നമസ്കരിക്കുമ്പോൾ നമ്മൾക്കറിയാം ആ ഭൂമിയിൽ നിന്നൊരു എനർജി. കാരണം അതുകൊണ്ടാണ് ഭൂമിയെ തൊട്ട് നമസ്കരിക്കുന്ന സമയത്ത് ഭൂമിയെ 2 കൈകൾ തൊട്ട് തൊടുമ്പോൾ തന്നെ നമ്മൾ സങ്കല്പിക്കും നമ്മുടെ കയ്യിലോട്ട് ഒരു എനർജി സ്വാഭാവികമായിട്ട് വരും. അത് ആ ഭൂമിയുടെ അനുഗ്രഹമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഗുരുവന്ദനമാണ്. അപ്പോൾ ഗുരു ആരാണ് നമുക്കറിയാം. സത്യത്തിൽ എല്ലാവരും അറിവുള്ളവരാണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല. എങ്കിലും അറിഞ്ഞ കാര്യങ്ങളാണെങ്കിൽ അത് വീണ്ടും പറഞ്ഞു എന്ന് മാത്രം ചിന്തിച്ചാൽ ഗുരു യഥാർത്ഥ ഗുരു ആരാണ്? സത്യത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ആദ്യ ഗുരു എന്ന് പറയുന്നത് സ്വന്തം മാതാവ് തന്നെയാണ്. ഈ പ്രപഞ്ചത്തെ നമ്മളെ ഈ ഭൂമിയിലേക്ക് നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ ഈ ലോകത്ത് കൊണ്ടുവന്ന ആദ്യ ഗുരു സ്വന്തം മാതാവ്. അതാണ് നമ്മുടെ തത്വങ്ങൾ മാതാ പിതാ ഗുരു ദൈവം എന്നുള്ളത് ഋഷിവചനങ്ങളാണ്. സ്വന്തം മാതാവിനെ അറിയാത്ത വ്യക്തി ഈ പ്രപഞ്ചത്തിൽ ഏത് ഗുരുവിൽ സ്വീകരിച്ചാലും വിജയം ഉണ്ടാവില്ല. കാരണം ആ ഗുരുവാണ് ഈ ലോകത്ത് നമുക്ക് ജീവിതം നൽകി ഈ പ്രപഞ്ചത്തിൽ ആദ്യം സ്മരിക്കേണ്ട ഗുരു സ്വന്തം മാതാവ്. നമ്മളെ വളർത്തി പോഷിപ്പിക്കുന്ന ഗുരു ആരാണെന്ന് വെച്ചാൽ സ്വന്തം പിതാവ്. നമ്മളെ കൈകൾ ഉയർത്തി നമ്മൾക്ക് മാർഗങ്ങളിലേക്ക് വഹിക്കുന്ന ഗുരു ആരാണെന്ന് വെച്ചാൽ പിതാവ്. നമ്മൾക്ക് ധർമ്മമാർഗങ്ങളിലേക്ക് അറിവുകൾ നൽകി വേദശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും എല്ലാ പുരാണങ്ങളും പഠിപ്പിക്കുന്ന ഒരു ഗുരു തന്നെയാണ്. പക്ഷേ മാതാവ് ഗുരുവാണ്, പിതാവ് ഗുരുവാണ്. ശ്രേഷ്ഠരായുള്ള പണ്ഡിതന്മാരും സന്യാസിവര്യന്മാരും യോഗിവര്യന്മാരും തപസ്സികളും ഗുരുവാണ്. ഈ 3 ഗുരുക്കന്മാരെയും സൃഷ്ടിച്ച ഒരു മഹാഗുരു പ്രപഞ്ചത്തിലുണ്ട്. അതാണ് ഗുരു എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിപ്പിക്കും. ഇവർക്കെല്ലാം വിദ്യയിലൂടെ വെളിച്ചം നൽകാമെങ്കിലും യഥാർത്ഥമായ വെളിച്ചം നൽകുന്നത് ഇരുട്ടിന് മാറ്റി പ്രപഞ്ചത്തിൽ പ്രകാശം പരത്തുന്ന ഏക ഗുരു സൂര്യനാണ്. ഈ 4 ഗുരുക്കന്മാരെ നാം സ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന ധർമ്മങ്ങളെല്ലാം പൂർണ്ണമാകും. നമ്മൾ വിശ്വസിക്കുന്ന ഗുരുവെ നമ്മൾ ചിന്തിക്കണം. ഈ 4 ഗുരുക്കന്മാരുടെ കാരുണ്യമില്ലാതെ ഏത് തപസ്സിക്ക് പോലും അവരുടെ സാക്ഷാത്കാരം പൂർണ്ണമാവില്ല. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം ഇതിലൂടെ കടന്നു വരണം എന്നുള്ള സത്യമാണ്. അപ്പം അതുകൊണ്ട് മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ഈ പ്രപഞ്ചത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠമായ ചൈതന്യത്തെ ഗുരുവായി കണ്ടുകൊണ്ട് നാം നമസ്കരിക്കും. അതാണ് ഗുരുവന്ദനത്തിൻ്റെ. അത് കഴിഞ്ഞാൽ ഗണപതി വന്ദനം. നമുക്ക് ഗണപതി വന്ദനത്തെ കുറിച്ചറിയാം. ഗണങ്ങളുടെ പതി, ഈ പ്രപഞ്ചത്തെ മുഴുവനുള്ള ജീവരാശികളുടെ പതിയായ നായകൻ, എല്ലാവരും നിറഞ്ഞു നിൽക്കുന്ന ഗണപതിയെ നാം സ്മരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളും തടസ്സങ്ങളും ഇല്ലാതെ താൻ ചെയ്യാൻ പോകുന്ന എല്ലാ കർമ്മങ്ങളിലും യാതൊരു വിഘ്നം എന്നുള്ളത് ഇല്ലാതിരിക്കാൻ, നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന വിഘ്നങ്ങളും തടസ്സങ്ങളും ഇല്ലാതിരിക്കാൻ ഗണപതി എന്നുള്ള ഗണനായകനെ നാം സ്മരിക്കണം. ഈ 3 കാര്യം ചെയ്തിട്ടാണ് ഉപാസകൻ ഇരിക്കുന്നത്. അപ്പോൾ ഉപാസന ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മുടെ സ്വാമിനെ സൂചിപ്പിച്ചതുപോലെ നിവർന്ന് ഇരുന്ന് ചെയ്യുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാനിരിക്കുന്നത് സത്യത്തിൽ ശരിയല്ല. കാരണം ഈ ചെയറിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതുകൊണ്ട് ചെയറിൽ ഇരുന്നത് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല. നമ്മൾ ആത്മസമർപ്പണമാണ്. ഒരു ഭക്തൻ എങ്ങനെ സമർപ്പിക്കുന്നുവോ
അതിൻ്റെ ഋണം അതിലുണ്ട്. പക്ഷെ ആ സമർപ്പണത്തോട് ഏത് തരത്തിൽ വേണമെന്നിരിക്കാം. പക്ഷെ നമ്മളെല്ലാം സാധാരണക്കാരായതുകൊണ്ട് നമ്മൾ ഇന്ദ്രിയങ്ങളെയെല്ലാം വേഗമായ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളൊരിക്കൽ നിലത്തിരുന്നുകൊണ്ട് നമ്മൾക്ക് ചെയ്യാവുന്നത്. അങ്ങനെ ഈ ക്രമങ്ങളിലേക്കാണ് നമ്മളിവിടെ ഉപാസന പഠിപ്പിക്കുന്നത്. ചെറിയൊരു 5 മിനിറ്റിനുള്ളിൽ ഈ ക്രമം ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് ഭൂമി മന്ത്രം നമുക്ക് ചെയ്യാം. ഭൂമി മന്ത്രം ചെയ്യുന്ന സമയത്ത് 2 കൈകൾ ഉയർത്തി കൊടുക്കുക. ഇവിടെ വെച്ച് ഒന്നുകൂടി പറയട്ടെ, ഈ യജ്ഞവേദിയിൽ വെച്ച് ഈ മന്ത്രങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനല്ല എന്ന് മാത്രം ചിന്തിക്കുക. കാരണം ഇവിടുത്തെ യജ്ഞത്തിൻ്റെ ഊർജ്ജമാണെന്ന് മാത്രം മനസ്സിലാക്കുക. നാം ഒരു ഉപാധി എന്ന് മാത്രം. നിങ്ങളിലൂടെ അവിടെ ഇരുന്നാൽ നിങ്ങളോടൊപ്പം തന്നെ ഇപ്പുറത്തേക്ക് ഞാൻ വേറിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ എത്തിക്കാറുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഈ മന്ത്രത്തെ സ്വീകരിക്കുക. ആ മന്ത്രത്തെ സ്വീകരിക്കാനായിക്കൊണ്ട് നമ്മൾ ഹൃദയത്തിൽ കൊടുക്കുക. ഞാൻ ഈ പറയുന്ന മന്ത്രം ജപിക്കുക. ആത്മാർത്ഥമായി ഭൂമിയെ തൊട്ട് നമസ്കരിക്കുക. നമ്മുടെ സ്വന്തം മാതാവിനെ ഒന്ന് സ്മരിച്ചുകൊണ്ട് വലിയ മഹാശക്തി രൂപിണിയായ അമ്മേ, ഞങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയിൽ അവരുടെ കാര്യങ്ങൾ ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുക. ഞാൻ ഈ മന്ത്രത്തെല്ലാം ചെയ്യുക. ഓം പൃഥിവ്യേ നമഃ. നമുക്കിവിടെ എല്ലാം കേട്ടോ, മൈക്ക്. അപ്പോൾ ഭൂമിയുടെ കാര്യങ്ങൾ ഉണ്ടാവട്ടെ ഒരു തവണയും കൂടി ഞാൻ പറയാം. ഈ ഉപാസന ഞാൻ ഇടയിൽ സംസാരിക്കില്ല. ഉപാസന അത് ക്രമമായി പോകുന്നു. ഓം പൃഥിവ്യേ നമഃ. 2 കൈകൾ ഭൂമിയിൽ തൊടുക. നമ്മൾ ആ മഹാശക്തി കൂടി പ്രകാശിച്ചിരിക്കുന്നു. ഇത് ഗുരുവന്ദനമാണ്. ഓം ശ്രീ മഹാഗുരുവേ നമഃ. ചിന്തിക്കുക, നമ്മുടെ മാതാവ് പിതാവ് നമ്മൾ നയിപ്പിക്കുന്ന ആചാര്യന്മാർ, ഈ പ്രപഞ്ചത്തെ പ്രകാശിക്കുന്ന സർവശക്തനായ സവിതാവിനെ സ്മരിക്കുക. ഇനി ഗണപതി. ഓം ശ്രീ മഹാഗണപതയേ നമഃ. നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ മന്ത്രം നമ്മുടെ യാതൊരു വിഘ്നവും കൂടാതെ നമ്മൾ ജ്ഞാനമായി പ്രകാശിക്കരുത് പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് ഗായത്രി മന്ത്രം ജപിക്കുന്നതിന് മുൻപ് മന്ത്രത്തെ ദർശിച്ച ദൃഷ്ടാവായ ഋഷിയെ സ്മരിക്കുക. ഗായത്രി മന്ത്രത്തെ ഋഷി വിശ്വാമിത്ര ഋഷി. അതിന് ഛന്ദസ് എന്ന് പറയുന്നത് കൈകൾ ചോദിക്കാം. അതിന് ഛന്ദസ് എന്ന് പറഞ്ഞാൽ 24 അക്ഷരങ്ങളുള്ള ഒരു ഛന്ദസ്സിനെ അക്ഷരങ്ങളുടെ ക്രമവൃത്തശാസ്ത്രത്തെ ഗായത്രി ഛന്ദസ് എന്ന് പറയും. അതാണ് ഗായത്രി ഛന്ദസ്. അത് നിതിർഗായത്രി ഛന്ദസ എന്ന് പറയും. അപ്പോൾ ഋഷിയെ സ്മരിച്ചുകൊണ്ട്, വിശ്വാമിത്ര ഋഷിയെ സ്മരിക്കുകയും ഛന്ദസ്സിനെ സ്മരിച്ചുകൊണ്ടും അതിൻ്റെ ദേവതയെ സ്മരിച്ചുകൊണ്ടാണ് നാം മന്ത്രം ജപിക്കുന്നത്. ഈ ഋഷി ഛന്ദസ് ദേവത നമ്മുടെ ശരീരത്തിൽ തന്നെ പല ഭാഗങ്ങളിലായി സ്ഥിതി. ഋഷിയുടെ സ്ഥാനം നമ്മുടെ ശിരസിലാണ്. ഛന്ദസ് എന്ന് പറയുമ്പോൾ വാക്കുകൾ വരുന്ന കേന്ദ്രങ്ങളായിട്ടുള്ള നമ്മുടെ ഈ ഭാഗമാണ്. ദേവത എന്ന് പറയുന്ന സ്ഥലത്ത് ഹൃദയത്തിലാണ്. അപ്പോൾ പൂർവ്വ ഋഷികൾ ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചു എന്നുള്ള സത്യം നമ്മൾ ഋഷികൾ തുല്യമായി നമ്മുടെ ജ്ഞാന കേന്ദ്രത്തിൽ സ്പർശിക്കുമ്പോൾ ആ ഋഷിയുടെ സാന്നിധ്യം നമ്മളിലുള്ള ഋഷിശക്തി ഉണരുന്നു. നമ്മൾ ചെല്ലാൻ പോകുന്ന മന്ത്രത്തിൻ്റെ ശക്തി നമ്മളിൽ ഉണരുന്നു. അതിൻ്റെ വിശേഷ ഗുണം നമ്മളിൽ ഉണരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഋഷി ഛന്ദസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇവിടെ ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ചെല്ലുന്ന മന്ത്രം ജപിക്കുന്നുണ്ട്. ഈ യജ്ഞപുരുഷനെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഈ ഭഗവാനെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ ഭഗവാൻ തന്നെയാണ് ഈ മന്ത്രം പ്രേരിപ്പിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ ചൊല്ലാൻ സാധിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഋഷി ഛന്ദസ് ദേവതയെ സ്മരിക്കുക. ആദ്യം ഞാൻ ചൊല്ലിത്തരാം. വിശ്വാമിത്ര ഋഷി നിതിർഗായത്രി ഛന്ദഃ സവിതാ ദേവത. ഇനി നമുക്ക് മുദ്രയോടുകൂടി ചെയ്യാം. വിശ്വാമിത്ര ഋഷി നിതിർഗായത്രി ഛന്ദഃ സവിതാ ദേവത. ഈ 3 മന്ത്രങ്ങൾ കണ്ണടച്ചുകൊണ്ട് നമ്മൾ ഋഷിയുടെ സാന്നിധ്യം, വിശ്വാമിത്ര ഋഷിയുടെ സ്ഥാനം ഉണ്ടാവുന്നു. ആ സ്ഥാനത്തിലൂടെ നമ്മൾ ജ്ഞാനം ഉണരുന്നു. നമുക്ക് മന്ത്രം ചെയ്യാനുള്ള കഴിവുണ്ടാവുന്നു. ആ കഴിവിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ആ ഈശ്വര ചൈതന്യം പ്രകാശിക്കുന്നു എന്ന രീതിയിൽ മനസ്സ് ധ്യാനിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ചെയ്യാം. വിശ്വാമിത്ര ഋഷി നിതിർഗായത്രി ഛന്ദഃ സവിതാ ദേവത. ഇനി ഗായത്രി മന്ത്രം നിങ്ങളൊരു കാര്യം ചെയ്യുക. ഈ നമ്മൾ ഇവിടെ മന്ത്രം ഒരു ദീക്ഷാരൂപത്തിലാണ് സ്വീകരിക്കുന്നതെന്ന മനോഭാവത്തിൽ നമ്മൾക്ക് ദീക്ഷ തരുന്നത് സ്വന്തം മാതാവും പിതാവും ഗുരുവും ഈ പ്രപഞ്ചത്തിൽ പ്രത്യക്ഷമാകുന്ന സൂര്യനും
വിശ്വാമിത്ര ഋഷിയാണ് എന്നുള്ള സങ്കല്പത്തിൽ ഒന്ന് സ്മരിക്കുക. ഈ മന്ത്രം ഞാൻ ചൊല്ലിത്തരാം. ഓം ഭൂർ ഭുവ സ്വഹ തത് സവിതുർ വരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. എല്ലാവരും കണ്ണുകൾ തുറക്കുക. നമ്മൾ മന്ത്രത്തെ കണ്ണുകൾ തുറന്നുകൊണ്ട് തന്നെ ചോദിക്കുക. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. 3 തവണ നമ്മൾ ഒരുമിച്ച് ചൊല്ലാം. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. വീണ്ടും ഋഷി ചതുർദേവത്തെ സ്മരിക്കുക. വിശ്വാമിത്ര ഋഷി നിധിർഗായത്രി ചന്ദ്രഃ സവിതാ ദേവത. ഇനി ഒരു 3 പ്രണവം നീട്ടി ഉച്ചരിക്കുക. ഇരിക്കുമ്പോൾ ചിന്മുദ്ര പിടിക്കാൻ ഇരുന്ന് ശ്രമിക്കുക. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഇരിക്കുക. എൻ്റെ സങ്കല്പം പറയാം, അത് മനസ്സിലൂടെ നടത്തിയിരിക്കുക. അജോ സർവശക്തനായ ഗായത്രി മാതാവ്, ഋഷികളെ, ദേവന്മാരെ, യുഗപുരുഷന്മാരെ, ദിവ്യാത പഞ്ചബോധങ്ങൾ, നവക്രിയേശ്വരന്മാരെ, ഈ ലോകത്തെ മുഴുവൻ നയിക്കുന്ന വിശ്വദേവന്മാരെ, ഞങ്ങളിതാ ഈ യജ്ഞവേദിയിൽ വെച്ച് മഹാമന്ത്രമായ ഗായത്രി എന്ന മഹാമന്ത്രത്തെ വാസിക്കുവാൻ തുടങ്ങുകയാണ്. ഈ മന്ത്രത്തിലൂടെ പരമമായ ഈശ്വരീയ സാന്നിധ്യം ഞങ്ങളെ പ്രവേശിച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പരിപൂർണമായ അവസ്ഥയിലേക്ക്, ഒരു മനുഷ്യജന്മത്തിൻ്റെ പൂർണ്ണത സംഭവിച്ച് ആ പരമമായ അവസ്ഥയിലേക്ക് എത്തുവാൻ ഞങ്ങൾക്ക് അവർക്ക് അഭ്യർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ സങ്കല്പങ്ങളെല്ലാം അയ്യോ മഹാശക്തി രൂപയാണ് ഞങ്ങളെ തന്നെ അനുഗ്രഹിക്കുക. നമുക്ക് ഈ മന്ത്രത്തെ നമ്മൾ സശക്തിച്ചു എന്നുള്ള ഓർത്തോടുകൂടി ദിവസവും രാവിലെ മിനിമം ഒരു 3 മന്ത്രവും ധരിക്കാൻ ശ്രമിക്കുക. പറ്റുന്ന 24 കാലം ധരിക്കുകയോ അതിനപ്പുറം ധരിക്കാൻ കഴിയുകയോ ഒരു ദിവസം നാം ഈ മണ്ണിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഗായത്രിയെ നാമം ജീവിക്കാതെ നമ്മൾ ഈ നാരായണ പാരായണക്കാർ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ഒരു സങ്കല്പത്തിൽ ഗായത്രി മന്ത്രം ധരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഇല്ലാം ഉണ്ടാവണമെന്ന് സങ്കല്പിക്കുകയാണ്. തീർച്ചയായും ഈ സങ്കല്പം സത്യമാക്കി തീർക്കാൻ ഗായത്രി മന്ത്രം കഴിയും. അതുകൊണ്ട് ശ്രേഷ്ഠരായ ഉപാസകരെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇത്രയുമായി ശ്രേഷ്ഠരായിട്ടുള്ള ഉപാസകന്മാരോട് പറയാൻ കഴിയുന്ന സ്ഥലത്തിൽ വരിക അനുഗ്രഹമായി നാം കാണുന്നു.
നമ്മളെല്ലാവരും ഗായത്രി എന്ന മഹാമന്ത്രത്തെ വാസിക്കുക. ഇതിലുപരി 5 മിനിറ്റ് മാത്രം നിങ്ങളോട് സമയം ഏറ്റെടുത്തുകൊണ്ട് സംഘാടകരോട് പറഞ്ഞു. നമ്മളിവിടെ വേറെ ഒരു ചെറിയൊരു കാര്യം ചെയ്യാൻ പോകുന്നു. കാരണം 4 ദിവസമായി നിങ്ങൾക്ക് യജ്ഞം അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുവാൻ ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട്. അതിൽ ഓരോ ദിവസവും യജ്ഞത്തിൻ്റെ പ്രസൻസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിൽ നമ്മളിവിടെ ചെയ്യുന്നതെല്ലാം ലോകമംഗളത്തിനാണ്. അപ്പോൾ വിശ്വശാന്തിക്ക് വേണ്ടി ഒരു ചെറിയൊരു പ്രാർത്ഥന കൂടി യജ്ഞത്തിൽ മാത്രം ലഭിക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സൂക്തം ചിന്തിക്കാം. ആ സൂക്തം നിങ്ങൾ അതിൽ ഒരു 4 വരി ഞാൻ ചൊല്ലും. അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ കഴിയും ഈ ലോകം മുഴുവനും എല്ലാ മാനവർക്ക് മാത്രമേ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ശാന്തി ഉണ്ടാവട്ടെ, സ്വസ്ഥ ഉണ്ടാവട്ടെ, മംഗളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതിന് നമ്മുടെ നിരയായിട്ട് ഉദ്ദേശം പദ്ധതിയാണ്. ഓം ശാന്താഭ്യോ ശാന്ത പൃഥിവി ശാന്തമിതമുർവ അന്തരിക്ഷം ശാന്താബോധന്വധീരാः ശാന്താന സന്തോഷദീഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്താനി പൂർവരൂപാണി ശാന്തന്നോ വസ്തു ധൃതാധൃതം ശാന്തം ഭൂതം ച ഭവ്യം ച സർവ്വമേവ സമസ്തുനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹിയഃപാരമേതി യേവാഖേവി ബ്രഹ്മാ സംസ്ഥിതം യേ ഏവ സസ്ത്രിജേ ഘോരം തേ ഏവ ശാന്തിരസ്തു നഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ദ്യൗ ശാന്തി അന്തരിക്ഷം ശാന്തി പൃഥിവീ ശാന്തി ആവശാന്തി ഘോഷരഗശാന്തി പരസ്പരഗശാന്തിർ വിശ്വേ ദേവാശാന്തിർ ബ്രഹ്മശാന്തി സർവം ശാന്തി ശാന്തിരേവ ശാന്തി സമമാ ശാന്തിരേതി. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാ സജ്ജനങ്ങൾക്കും മംഗളമുണ്ടാവട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ. സവിതൃമണ്ഡലം ഗായത്രി ഉപാസന കേന്ദ്രം ഭക്തമംഗലത്തിന്റെ ആചാര്യൻ ശ്രീ സുധാകർ ബാബുവിനെ ആദരിക്കുന്നു. ധർമ്മ സംരക്ഷണത്തിന്റെ സനാതന ധർമ്മ സംരക്ഷണത്തിന്റെ തളരാത്ത പോരാളി ശ്രീദേവി പട്ടാമ്പി അദ്ദേഹത്തെ ആദരിക്കുന്നു. ഇപ്പോ കൈയടിക്കാൻ കേട്ടോ. ഇപ്പൊ കൈയടിക്കരുതെന്നല്ല അദ്ദേഹം പറഞ്ഞത്. നാം മന്ത്രം ചൊല്ലുമ്പോൾ കൈയടിക്കരുത്. ഇനി നമ്മുടെ വേദിയിലെ സമ്പ്രദായ ഭജന ശ്രീ മുകുന്ദൻ മേനോൻ പാർട്ടി അവരുടെ സമ്പ്രദായ ഭജന